നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമി ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. സ്കൂളുകളിൽ PTA ഫണ്ട് എന്ന പേരിൽ വൻ തുക ഈടാക്കുന്നത് അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PTA എന്നത് സ്കൂൾ ഭരണസമിതിയായി കാണരുതെന്നും മന്ത്രി പറഞ്ഞു. നിർബന്ധപൂർവ്വം വിദ്യാർത്ഥികളിൽ നിന്ന് വൻ പിരിവ് പാടില്ല. കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അൺഎയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശനത്തിന് വലിയ തുക വാങ്ങുന്നെന്നും പരാതിയുണ്ട്. ഫീസ് കുടിശ്ശിക ആകുമ്പോൾ TC നൽകാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒന്നാം ക്ലാസ്സിൽ തന്നെ വലിയ തുക ഈടാക്കുന്നു. സംസ്ഥാനത്ത് ഏകീകൃത ഫീസ് ഘടന ഇതുവരെ ഇല്ല. അത് രൂപീകരിക്കേണ്ട സമയമായി. ഏകീകൃത ഫീസ് ഘടനയാണെങ്കിൽ എയ്ഡഡ് മേഖലകളിൽ വാങ്ങുന്ന വലിയ തുകകളെ ഒരു പരിധിവരെ കുറയ്ക്കാനാകും. മിനിമം മാർക്ക് സംവിധാനം കൊണ്ടുവരുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അന്തിക്കാട് ബ്ലോക്ക് തല പ്രവേശനോത്സവം പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. രീതികൾ മറ്റുള്ള മേഖലയുമായി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ രംഗ മാതൃകപരമായ മാറ്റങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളെക്കാളും മെച്ചപ്പെട്ട രീതിയിലാണ് സർക്കാർ നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് പത്രങ്ങളിൽ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ പ്രസ്താവനകൾ ഉയർന്നു വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷനായി. BRC BPC ഡോക്ടർ K ഉമാദേവി പദ്ധതി വിശദീകരണം നടത്തി. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് യൂണിഫോം, പാഠപുസ്തകം എന്നിവയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ നവാഗതർക്ക് സ്വാഗതം അർപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ പ്രീ പ്രൈമറി ബാലപദ്ധതി ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് VK പ്രദീപ് കുട്ടികൾക്കുള്ള സമ്മാന വിതരണം നൽകി. GHSS പ്രിൻസിപ്പൽ JB നിഷ, പ്രധാനാധ്യാപികമാരായ A ശ്രീദേവി, ബിന്ദു പേരത്ത്, PTA പ്രസിഡന്റുമാരായ PB പ്രിയേഷ്, സുഖേന്ദു സെൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചാഴൂർ SNM HS സ്കൂളിലെ പ്രവേശനോത്സവം ചിത്രകാരൻ KG ബാബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മസൂദ് K വിനോദ് അധ്യക്ഷനായി. പന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, ജനപ്രതിനിധികളായ ഷീന പറയങ്ങാട്ടിൽ, സീനത്ത് മുഹമ്മദ് അലി, K രാമചന്ദ്രൻ, MK ഷൺമുഖൻ, സ്കൂൾ മാനേജർ സതീഷ് വലിയപറമ്പിൽ, പ്രിൻസിപ്പൽ ഇൻചാർജ് നിൽസൺ പൗലോസ്, PTA വൈസ് പ്രസിഡന്റ് ഷീജ ഷൺമുഖൻ, MPTA പ്രസിഡന്റ് ഗ്രീഷ്മ രതീഷ്, പ്രധാനാധ്യാപിക TS സുനി, PM ജിസ എന്നിവർ സംസാരിച്ചു. തീരെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ ഇത്തിരി കുറവുള്ള ഒരാളെ എടുക്കുക. അങ്ങനെ ഒരാളെ അഗാധമായിട്ട് ഹിപ്നോട്ടിസം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ച ആ ദിവസത്തെ, അതായത് ഒരു 60 വയസ്സായ ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 100 ഇനി ഒരു അതിന് താഴെയോ ഒക്കെ പ്രായമുള്ള ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തെ അഗാധമായിട്ട് ഹിപ്നോട്ടിസം ചെയ്യുകയാണെങ്കിൽ. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായി ആഘോഷിച്ചു. സ്കൂൾ വികസന കമ്മിറ്റി ചെയർമാൻ VB അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷൈന മുഹമ്മദ് അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ കണ്ണൻ, ജബ്ബാർ അറയ്ക്കൽ, RK മുഹമ്മദ് അലി, പ്രധാനാധ്യാപിക ലത എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാനാടിക്കാവ് വിഷ്ണുമായ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വഴിയായി ഇവിടെ ഇന്ന് പഠനോപകരണങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു. 100 കുട്ടികളിൽ കൂടുതൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകാൻ സാധിച്ചു. ഇവിടെ മുമ്പും പലവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങളും മറ്റുള്ളവ നൽകി വരുന്നുണ്ട്. വേലും എല്ലാം. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. ജനപ്രതിനിധികളായ ഷീജ സദാനന്ദൻ, ആന്റോ തൊറിയൻ, സിജോ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. താന്യം പഞ്ചായത്തിലെ 4 സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നത് 150 വിദ്യാർത്ഥികൾക്ക് ബാഗും കുടയും ടിഫിൻ ബോക്സും പുസ്തകങ്ങളും അടങ്ങിയ പഠനോപകരണങ്ങൾ നൽകി.
മണപ്പുറം സമീക്ഷയുടെ 2024 പുരസ്കാര സമർപ്പണ സമ്മേളനവും പി സലീം രാജ് അനുസ്മരണവും തളിക്കുളം ബ്ലൂമിംഗ് ബഡ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. രാമു കാരറ്റ് പുരസ്കാരം നേടിയ എഴുത്തുകാരൻ എം മുകുന്ദൻ, CKG വൈദ്യർ അവാർഡ് ജേതാവ് ഷീബ അമീർ, പി സലീം രാജ് പ്രഥമ കവിതാ പുരസ്കാരം നേടിയ PN ഗോപികൃഷ്ണൻ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. സമീക്ഷ രക്ഷാധികാരി MP സുരേന്ദ്രൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. പി സലീം രാജിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആരംഭിച്ച സാഹിത്യ സമ്മേളനം സലീം രചന നിർവഹിച്ച പാട്ടുകളുടെയും കവിതകളുടെയും ആലാപനം കൊണ്ട് ശ്രദ്ധേയമായി. VN രണദേവ് അധ്യക്ഷനായി. പ്രൊഫസർ TR ഹാരി, TS സുനിൽകുമാർ, CG അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. PDP മണലൂർ മണ്ഡലം മുൻ സെക്രട്ടറി പണിക്കവീട്ടിൽ കമറുദ്ദീൻ CPM-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന സ്വീകരണ യോഗം ഏരിയ കമ്മിറ്റി അംഗം K വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. VM ഷാജുദ്ദീൻ അധ്യക്ഷനായി. സുരേഷ് മഠത്തിൽ, VR ഷിജിത്ത്, ഷൈന മുഹമ്മദ്, AB മധു, AA യൂസഫ്, PK കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. മണലൂർ അയ്യപ്പൻകാവ് ദേശവിളക്ക് കമ്മിറ്റി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു കോലാട്ട് അധ്യക്ഷനായി. സെക്രട്ടറി സുധീർ പൊറ്റേക്കാട്ട്, രക്ഷാധികാരി സുനിൽ കൊച്ചത്ത്, ജോയിന്റ് സെക്രട്ടറി താജൻ, ട്രഷറർ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ദേശത്തെ 500ഓളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. DYFI മണലൂർ ചാഴിപ്പറമ്പ് യൂണിറ്റ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. സഖാവ് ബാബു നഗറിൽ നടന്ന ചടങ്ങിൽ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത് ഉദ്ഘാടനം ചെയ്തു. LC സെക്രട്ടറി KV ഡേവിസ്, ബ്രാഞ്ച് സെക്രട്ടറി ദീപക്, വിഷ്ണു, അജീഷ്, നിവിൻ, ഹരിശങ്കർ, ശ്രാവൺ, അഖിൽ ബാബു എന്നിവർ സംസാരിച്ചു. തളിക്കുളം 5ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉന്നത വിജയം നേടിയ വാർഡിലെ മുഴുവൻ കുട്ടികൾക്കും മഹാത്മാഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം നടത്തി. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. മുനീർ എടശ്ശേരി അധ്യക്ഷനായി. CM നൌഷാദ്, PS സുൽഫിക്ക, പഞ്ചായത്ത് അംഗം സുമന ജോഷി, CV ഗിരി, AM ബദറുദ്ദീൻ, ബിനേഷ്, സുധീർ എന്നിവർ സംസാരിച്ചു. സാലിക് പരീദ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.